السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أولا نشكركم شكرا جزيلا من أعماق قلوبنا يا سيدنا وجزاكم الله خير الجزاء، ونسأل الله سبحانه وتعالى أن يوفقنا وإياكم لخدمة دينه ولإشاعة علومه ولاتباع مرضاته ولزيارة الحرمين الشريفين بجاه سيد الكونين. الحمد لله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കാരുണ്യവാനായ കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏകദേശം 1.5 മാസക്കാലമായി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകർ KMIC കുടുംബം എന്നടങ്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ചൊല്ലിയ സ്വലാത്തുകളുടെ പരിസമാപ്തിയാണ് അൽഹംദുലില്ലാഹ് വളരെ ഭക്തിസന്ദർഭമായ അന്തരീക്ഷത്തിൽ ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഇതുവരെയും കിട്ടിയ കണക്കനുസരിച്ച് ഏകദേശം 32,15,50,000 സ്വലാത്തുകൾ ബൈലക്സ് ഐഡിയിലൂടെയും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെയും നാം പ്രത്യേകം സജ്ജീകരിച്ച സൈറ്റിലൂടെയും അറിയിച്ചതുണ്ട്. ഇപ്പോഴും പലരും അറിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കിട്ടുന്ന വിവരം. ഏതായാലും ഇനി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് വളരെ നല്ല രീതിയിൽ ഈ മഹത്തായ പരിപാടിക്ക് പരിസമാപ്തി കുറിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അതിന് അള്ളാഹുവിനെ 1000 സ്തുതികൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കഴിഞ്ഞ ഒരു മാസക്കാലം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളെ കൊണ്ടും അവിടുത്തെ പേരുള്ള സ്വലാത്തുകളെ കൊണ്ടും ഭക്തിസാന്ദ്രമായിരുന്ന നമ്മുടെ ഈ മഹത്തായ ക്ലാസ് റൂം അൽഹംദുലില്ലാഹ് ലോകത്തുള്ള ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ മനസ്സുകളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ഈ മഹത്തായ നന്മയുടെ സംവിധാനം എല്ലാവരും വളരെ ആവേശത്തോടുകൂടിയാണ് ഈ മഹത്തായ പരിപാടിയെ സ്വാഗതം ചെയ്തത്, വരവേറ്റത്. കഴിഞ്ഞ വർഷം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഓർമ്മ തളം കെട്ടി നിൽക്കുകയാണ്. ഇതുപോലൊരു സായം സന്ധ്യയിൽ പരിശുദ്ധമായ റബീഇന്റെ അവസാന വെള്ളിയാഴ്ച സൗദിയിൽ നിന്നും മറ്റ് GCCയിൽ നിന്നും വളരെ ആവേശത്തോടുകൂടി കടന്നുവന്ന നൂറുകണക്കിന് വരുന്ന നമ്മുടെ പ്രവർത്തകർ പരിശുദ്ധമായ മദീന മുനവ്വറയിൽ റൗള ഷരീഫിന്റെ ചാരത്ത് പച്ചക്കൊമ്പയുടെ ചുവട്ടിൽ സംഗമിച്ച മഹനീയമായ സംഗമം ഇന്നും നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതുപോലൊരു മഹാസംഗമത്തിന് ആ പുണ്യഭൂമിയിൽ സംഗമിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അൽഹംദുലില്ലാഹ് ഈ മഹത്തായ ഓൺലൈൻ കൂട്ടായ്മയിലൂടെ മഹാന്മാരായ പണ്ഡിതരുടെയും സാദാത്യങ്ങളുടെയും സാന്നിധ്യത്തിൽ അവരുടെ അനുഗ്രഹാശിസ്സുകളോടെ അവരുടെ ഉപദേശങ്ങളോടെ പ്രാർത്ഥനയോടെ നമുക്ക് അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് പരിസമാപ്തി കുറിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഈ മഹത്തായ പരിപാടിയിൽ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടെയും അതിലേറെ ആവേശത്തോടെയും നമുക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി ഈ മഹത്തായ സമാപന സമ്മേളനം, ഈ ദുആ സമ്മേളനം സമ്പന്നമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഹംസക്കോയ ബാത്തമി ഉസ്താദ്, നമ്മുടെ ക്ലാസ് റൂമിന്റെ എല്ലാമാണ് നമുക്കൊക്കെ അറിയാം. ഏകദേശം 1 മണിക്കൂറിലധികം വളരെ പ്രൗഢമായ പ്രവാചക പ്രകീർത്തന പ്രഭാഷണം കൊണ്ട് നമ്മുടെ ഈ ക്ലാസ് റൂമിനെ ധന്യമാക്കി, നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസിനെ ധന്യമാക്കി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരുടെ തഅലീമിലും തദ്രീസിലും ഒക്കെ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ആ ദർസിൽ പഠിക്കുന്ന കുട്ടികളെയും നമ്മുടെ മക്കളെ മുഴുവനും അള്ളാഹു തആല ഉഖ്റവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വന്യരായ സയ്യിദ് അവർകൾ അൽഹംദുലില്ലാഹ് വളരെ വൈകിയ വേളയിലാണെങ്കിലും ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകര് ശ്രമിച്ചപ്പോ, പ്രത്യേകിച്ച് നമ്മുടെ ഫദലുർ റഹ്മാൻ അൽഹംദുലില്ലാഹ് ഈ ക്ലാസ് റൂമിന്റെ എത്രയോ വർഷങ്ങളായി ഇതിന്റെ സന്തത സഹചാരിയാണ്. നാട്ടിൽ എവിടെ ലൈവ് ഉണ്ടായാലും ഓടിയെത്തി ആ ലൈവ് പ്രോഗ്രാമുകളൊക്കെ നമുക്ക് KMICയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നതിൽ എപ്പോഴും വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഭൗതികമായി ഒന്നും കാക്ഷിക്കാതെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫദലുർ റഹ്മാൻ ഞങ്ങൾ ഈ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഠിനമായ ശ്രമം, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുമായുള്ള വ്യക്തിപരമായ ബന്ധം, അതാണ് നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് മഹാനായ സയ്യിദ് അവറുകളെ നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരു വഴി. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും അതിനേക്കാളുപരി വന്യരായ സയ്യിദ് അവറുകൾ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും അൽഹംദുലില്ലാഹ് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഓൺലൈൻ രംഗത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി ആവശ്യമായ ഉപദേശങ്ങൾ നൽകി ഈ മഹത്തായ പ്രാർത്ഥന സംഗമ സദസ്സിനെ ധന്യമാക്കിയ വന്യരായ സയ്യിദ് അവറുകളോട് വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ഈ മഹത്തായ പ്രാർത്ഥനാനിർഭരമായ മനസ്സും സദസ്സും ഞങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ഏറെക്കാലം പ്രവർത്തിക്കാനുള്ള എല്ലാവിധ തൗഫീഖും ഇസ്സത്തും റാഹത്തും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് അങ്ങക്ക് വേണ്ടി നന്ദിയായി ദുആ ചെയ്യുകയാണ്.
അൽഹംദുലില്ലാഹ് അതോടൊപ്പം തന്നെ നമ്മുടെ ബാപ്പൻ ഉസ്താദിന്റെ ലൈവ് പരിപാടി നമുക്ക് എത്തിച്ചു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിത വിദ്യാർത്ഥി, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ കൊച്ചനുജൻ ടി നസറുദ്ദീൻ ഉൾപ്പെടെയുള്ള ദർസിലെ വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ കൃതജ്ഞതയോടെ ഞങ്ങൾ ഓർക്കുന്നു. അതിനേക്കാൾ എല്ലാം ഉപരി അൽഹംദുലില്ലാഹ് ഈ പരിപാടി ഇത്തരത്തിലൊരു വലിയ വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഷംസുദാരി ഉസ്താദ്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വിശ്രമമില്ലാതെ രാപകലില്ലാതെ ഈ സ്വലാത്തിന്റെ എണ്ണം അറിയിക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദാരി ഉസ്താദും കുടുംബവും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ വാട്സപ്പിലൂടെ ഈ നമ്മുടെ റേഡിയോ ശ്രോതാക്കളും അതുപോലെ തന്നെ നമ്മുടെ KMIC TV ശ്രോതാക്കളുമായ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരുടെ സ്വലാത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകമായി വാട്സപ്പ് നമ്പർ നൽകി ആ വാട്സപ്പ് നമ്പറിലൂടെ വന്ന സ്വലാത്തുകൾ മുഴുവനും സമാഹരിച്ച് നമ്മിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട മുജീബുർ റഹ്മാൻ അല്ലാഹു തആല ഇരുവർക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ swlat.sunniyoonlineclass.com എന്ന സൈറ്റ് നിർമ്മിച്ച് ആ സൈറ്റിലൂടെ സ്വലാത്തിന്റെ വിവരം അറിയിക്കുന്നതിന് ആവശ്യമായ സംവിധാനമൊരുക്കിയ നമ്മുടെ അഫ്സൽ റഹ്മാൻ, അങ്ങനെ മറ്റ് ധാരാളം നമ്മുടെ അഡ്മിന്മാരും അല്ലാത്തവരുമായ നമ്മുടെ പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ വൈകിയ വേളയിൽ ദുആ ചെയ്യുകയാണ്. നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ അതെത്ര പറഞ്ഞാലും അതിന്റെ മഹത്വം എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. ദുആക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം അപേക്ഷകൾ ഞാൻ ഇന്ന് പകൽ സമയത്ത് സൂചിപ്പിച്ചതുപോലെ ഫോൺ വിളിക്കുന്ന ആളുകൾക്കും വാട്സപ്പിലൂടെ വിവരമറിയിക്കുന്നവർക്കും മെസ്സേജിലൂടെ സന്ദേശം അറിയിക്കുന്നവർക്കുമൊക്കെ ധാരാളം വിഷമങ്ങൾ, പ്രയാസങ്ങളാണ് അവർക്കൊക്കെ നിരത്താനുള്ളത്. കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ കുടുംബിനികളുണ്ട്, സഹോദരിമാരുണ്ട്, കുടുംബങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് മാത്രമാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്തണയാനും ആ ഹബീബിനെ സ്വപ്നത്തിലൊരു പ്രാവശ്യമെങ്കിലും ദർശിക്കാനും അവിടുത്തെ ഷഫാഅത്തിന് അർഹരായി നാളെ സ്വർഗത്തിലേക്ക് കടന്നു പറ്റാനുമുള്ള ഏറ്റവും വലിയ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഒടുങ്ങാത്ത അഭിലാഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയ സ്വലാത്തുകളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഈ ക്ലാസ് റൂമിൽ സംഗമിച്ച, ഈ മഹത്തായ പരിപാടിയിൽ സംഗമിച്ച, സ്വലാത്ത് ചൊല്ലി നമ്മെ അറിയിച്ച എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ഒരു തവണയെങ്കിലും അതിനുള്ള അവസരം നൽകി തൗഫീഖ് നൽകി നമ്മെ അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഹബീബിന്റെ പൊരുത്തവും അവിടുത്തെ തൃപ്തിയും അവിടുത്തെ തിരുനോട്ടവുമുള്ള യഥാർത്ഥ മുഖ്ലിസീങ്ങളിലും മുത്തഖീങ്ങളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ ഇനിയും ജീവിതത്തിലേറെക്കാലം അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ മദഹുകൾ പറയാനും അവിടുത്തെ പുണ്യാവദാനങ്ങൾ വാഴ്ത്താനും ആ വഴിയിലൂടെ സഞ്ചരിക്കാനും മഹാന്മാരായ സ്വാലിഹീങ്ങളും സച്ചരിതരായ പുണ്യാത്മാക്കളും സംഗമിച്ച വഴിയിലൂടെ നടന്നു നീങ്ങാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തെല്ലാം ഉദ്ദേശങ്ങൾ മുൻനിർത്തിയാണോ ഓരോരുത്തരും ഈ സ്വലാത്തിൽ പങ്കാളികളായിട്ടുള്ളത്, അതിൽ കുറഞ്ഞ എണ്ണം ചൊല്ലിയവരുണ്ട്, തിരക്കിനിടയിൽ കൂടുതൽ ചെല്ലാൻ കഴിയാത്തവരുണ്ട്, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി സമർപ്പിച്ചവരുണ്ട്. ഓരോരുത്തരും എന്ത് ഉദ്ദേശവും ലക്ഷ്യവും മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ മഹത്തായ സ്വലാത്തിൽ പങ്കാളികളായിട്ടുള്ളത്, അല്ലാഹുവേ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളിൽ നിന്ന് ഖൈറായ നിലക്കുള്ള മോചനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഖൽബിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അറിയുന്ന രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും അറിയുന്ന റബ്ബേ, സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. അല്ലാഹുവേ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട്, ഈ മജ്ലിസിൽ സംഗമിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും ഹഖ് കൊണ്ട് അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും നീക്കി ജീവിതത്തിൽ സന്തോഷവും റാഹത്തും നൽകണേ റഹ്മാനെ. ഇതിനേക്കാൾ എല്ലാം ഉപരി ഞങ്ങളുടെ എല്ലാം ആഖിബത്തിൽ നിന്ന് നന്നാക്കി തരണേ റഹ്മാനെ. ഇതുപോലെ നാളെ നിന്റെ ഹബീബിന്റെ ചാരത്ത് അവിടുത്തെ ഷഫാഅത്തിന് അർഹരായി നിന്റെ അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗീയ ഭവനത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഉസ്താദുമാര്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഹഖി ഹബീബിക്കൽ മുസ്തഫ സയ്യിദുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഇപ്പോഴും ധാരാളം ആളുകൾ പലവിധത്തിലുള്ള വിഷയങ്ങൾ അറിയിച്ചുകൊണ്ട് PM-ലൂടെ ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി മഹാനായ സയ്യിദ് അവർകൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ സദസ്സുകളിലും എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തും. ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈം ഉസ്താദിന്റെ സ്നേഹപ്രപഞ്ചം പരിപാടി കൊല്ലത്ത് നടന്നുള്ള അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിവരം കൂടി, സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുകയാണ്.
എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മ, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അമാലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി മരണം വരെയും ഒരേ മയ്യോടെ ഒരേ മനസ്സോടെ ഒന്നിച്ചൊന്നായി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓൺലൈൻ ദഅവാ രംഗത്ത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെക്കാലത്തെ പ്രൗഢോജ്വല പ്രവർത്തനത്തിന്റെ ചാരുതയാർന്ന സന്ദേശവുമായി അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെ ആകർഷിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് അവരുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും താങ്ങും തണലുമായി നിന്ന് അൽഹംദുലില്ലാഹ് ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഈ മഹത്തായ കൂട്ടായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക്, ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക്, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് അല്ലാഹു കൈപിടിച്ചുയർത്തുമാറാവട്ടെ. മഹാന്മാരായ സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി നമുക്കൊന്നിച്ച് നീങ്ങാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് എല്ലാവർക്കും നന്ദിയായി ഈ പ്രാർത്ഥന ദുആ മാത്രം സമ്മാനിച്ചുകൊണ്ട് എല്ലാവരോടും ദുആ വസിയത്തോടുകൂടി തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ ഒരു മാസക്കാലം നീണ്ടുനിന്ന ഈ മഹത്തായ ക്യാമ്പയിൻ സ്വലാത്തിന്റെ പരിസമാപ്തി ഈ മഹത്തായ സദസ്സോടുകൂടി പരിസമാപ്തി കുറിച്ചതായി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. കൊല്ലത്തു നിന്നുള്ള ലൈവ് അൽഹംദുലില്ലാഹ് എത്തിയിട്ടുണ്ട്. എല്ലാവരെയും അതിനുവേണ്ടി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുവരെയും നമുക്ക് കിട്ടിയ സ്വലാത്തിന്റെ എണ്ണം 32,34,50,000 സ്വലാത്താണ് ഇതുവരെയും കിട്ടിയ എണ്ണം. ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അനുഭവം എല്ലാവർക്കും അറിയാം. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. കാരണം വൈകിയെത്തുന്നവരൊക്കെ അവരുടെ സ്വലാത്തിന്റെ എണ്ണം ഇപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് അല്ലാഹു തആല നമ്മയെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.